റിപ്പോർട്ടർ ബ്രേക്കിംഗ്. താമരശ്ശേരിയിൽ സ്കൂളിൽ വാറ്റുചാരായവുമായി എത്തിയ കുട്ടിയെ രണ്ടാനച്ഛൻ കാരിയറായി ഉപയോഗിച്ചു എന്ന വിവരം. രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മദ്യം കടത്താൻ ഉപയോഗിച്ചുവെന്നാണ് കുട്ടി പോലീസിന് നൽകിയ മൊഴി. കുട്ടിയെ രണ്ടാനച്ഛൻ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. തുടർന്ന് പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം കുട്ടിയുടെ സംരക്ഷണം പോലീസ് ഏറ്റെടുത്തിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. വി എസ് സുജിത്, അങ്ങനെ പോലീസിന്റെ സംരക്ഷണത്തിലുണ്ടായിരുന്ന കുട്ടിയാണോ ഈ രണ്ടാനച്ഛന്റെ നിർബന്ധപ്രകാരം ഈ വ്യാജ വാറ്റുചാരായത്തിന്റെ കാരിയറായി പ്രവർത്തിച്ചത്? വി എസ് സുജിത്. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാരണം ഈ രണ്ടാനച്ഛൻ ഈ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ പോലീസിന്റെ ഒരു സംരക്ഷണയിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഈ കുട്ടിയുടെ പരാതിയെ തുടർന്ന് രണ്ടാനച്ഛനെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് കുട്ടിയുടെ സംരക്ഷണം പോലീസ് ഏറ്റെടുത്തതാണ്. എന്ത് പ്രശ്നമുണ്ടായാലും പോലീസിനെ നേരിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞ് പോലീസിന്റെ കോണ്ടാക്ട് ഉൾപ്പെടെ ഈ കുട്ടിയുടെ കൈവശമുണ്ടായിരുന്നതാണ്. പക്ഷേ ഈ രണ്ടാനച്ഛന്റെ ഉപദ്രവത്തിന്റെ പുറത്താണ് ഈ കുട്ടിയെ നിരന്തരമായി ഈ ലഹരി കടത്തിന്റെ ഒരു കാരിയറായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ രഹസ്യ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്ന ഈ വാറ്റുചാരായം അത് എടുത്തുകൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ ഈ കുട്ടിയെ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടിയാണ്, സ്കൂൾ ബാഗ് കൈവശമുണ്ടാവും. അപ്പോൾ ആ സ്കൂൾ ബാഗും സ്കൂൾ കുട്ടിയെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ലഹരിയുടെ വാറ്റിന്റെ കാരിയറായി ഉപയോഗിച്ചു. മാത്രമല്ല കുട്ടി സ്കൂളിൽ ഈ മദ്യം വിൽക്കുന്നത്, ഈ വാറ്റ് വിൽക്കുന്നത് അത് രണ്ടാനച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ്. കുട്ടിയെ ക്രൂരമായി തന്നെ ഈ രണ്ടാനച്ഛൻ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടി നൽകിയ മൊഴി. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായിരുന്നു. കുട്ടിയുടെ സംരക്ഷണം പോലീസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. അധ്യാപകരാണ് ഈ സംഭവം കണ്ടെത്തുന്നത്. ക്ലാസ്സിൽ കുട്ടികൾ മദ്യപിച്ചെത്തി അതിൻ്റെ മണം പിടിച്ച് അത് കുട്ടികളോട് അന്വേഷിച്ച് തുടർന്നാണ് ഇത്തരം ഒരു ഞെട്ടിക്കുന്ന വിവരത്തിലേക്ക് അധ്യാപകർ എത്തിയത്. അധ്യാപകർ പോലീസിനെയും എക്സൈസിനെയും വിവരം അറിയിച്ചിരുന്നു. ഇന്നലെ തന്നെ പോലീസുകാർ ഈ രഹസ്യ കേന്ദ്രത്തിലെത്തി ഏകദേശം 28 ലിറ്ററോളം വാറ്റ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതാണെന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാനച്ഛൻ ഒരു കുട്ടിയെ മദ്യത്തിന്റെ കാരിയറായിട്ട് ഉപയോഗിക്കുന്നു. അയാൾക്കെന്താ ഭേദം? അയാളുടെ മോനല്ലല്ലോ എന്ന മട്ടിലായിരിക്കും അയാളെ കണ്ടത്. താൻ നിർമ്മിക്കുന്ന വ്യാജ വാറ്റ് കുട്ടികൾക്കും മറ്റുള്ളവർക്കും കൊണ്ടു കൊടുക്കാനുള്ള ഒരു കാരിയറായിട്ടാണ്. സ്വന്തം മകനെ ഉപയോഗിച്ചിരിക്കുന്നു. അച്ഛനാണത്രേ അച്ഛൻ.